ചെയ്ത് വെച്ചിരിക്കുന്ന കഥാപാത്രം ഇപ്പോൾ നോർമലി ഫസ്റ്റ് ഹീറോയിൻസ് നമ്മൾ ബബ്ലി അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് കഥാപാത്രങ്ങളൊക്കെ എത്തും. പക്ഷേ ഏറ്റവും കൊണ്ടുവന്ന ട്വിസ്റ്റ് അങ്ങനത്തെ ഒരു ട്വിസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അതൊരു ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും? ഒരു ഹീറോയിൻ എന്ന ലെവലിൽ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഞാൻ ഇതിന്റെ ബാക്കിലെടുത്ത എഫേർട്സ് മൂവി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതിന്റെ എക്സൈറ്റ്മെന്റ് വേറെ ലെവലായിരുന്നു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒക്കെ. ഈ പറഞ്ഞ പോലെ ജീത്തു ജോസഫ് സാർ വീഡിയോ കോൾ ചെയ്തപ്പോഴും എനിക്ക് ആ മൊമെന്റ് ഒക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഇതെപ്പോഴും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ഫസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടി, എങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ എന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടാൻ. അതേപോലെ ഇത് സാറിന് പ്രൊഫഷണൽ ത്രില്ലർ പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ആവാം എന്നൊരു മൈൻഡ് ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ജീത്തു സാറിന്റെ അസോസിയേറ്റ് ആണ്, ജീത്തു സാറാണ് എന്നെ കോൺടാക്ട് ചെയ്തതും എല്ലാം. അപ്പോഴൊക്കെ ഞാൻ ആ ദൃശ്യം ലെവൽ ആ ഒരു സംഭവം തന്നെ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കിട്ടിയ റോളിലൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഞാൻ ജീത്തു സാറായിരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാം, കോൺഫിഡൻറ്റ്ലി പറയാം.